ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ശിക്ഷ വധശിക്ഷയാണെന്നാണ് നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ചിന്ത. എന്നാൽ ചില കൊടും കുറ്റവാളികളെ റഷ്യ പോലുള്ള പല രാജ്യങ്ങളും കൊണ്ടിടുന്നത് ജയിലുകളിലാണ്. എന്നാൽ ആ ജയിലുകളിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മരണപ്പെട്ടാൽ മതിയെന്നായിരിക്കും ആ കുറ്റവാളികൾ ആഗ്രഹിക്കുക. കാരണം അത്രത്തോളം ക്രൂരമായ ശിക്ഷകളും പീഡനങ്ങളുമാണ് അവർ മാനസികമായും ശാരീരികമായും അവിടെ അനുഭവിക്കുന്നത്. അത്തരത്തിലുള്ള റഷ്യയിലെ ചില അതിക്രൂരമായ ജയിലറകളിലേക്കും അതിലെ തടവുകാർക്ക് ലഭിക്കുന്ന ക്രൂരമായ ശിക്ഷകളിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ലോകത്തിലെ കൊടും കുറ്റവാളികൾ പോലും തടവിൽ കഴിയുന്നതിനേക്കാൾ മരണം ആഗ്രഹിക്കുന്ന ഒരു ജയിലാണ് റഷ്യൻ പോളാർ ഔൾ പ്രിസൺ. പോളാർ ഔൾ പ്രിസന്റെ ഔദ്യോഗിക നാമം പീനൽ കോളനി 18 എന്നാണ്. റഷ്യയിലെ കാർപ്പ് മേഖലയിലാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. മോസ്കോയിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ജയിലുള്ളത്. അതിനാൽ തന്നെ മോസ്കോയിൽ നിന്ന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് തടവുകാരെ 2 ദിവസത്തോളം സമയമെടുത്ത് ട്രെയിനിൽ കൊണ്ടുവരികയും അതിനുശേഷം ഏതാനും കിലോമീറ്ററുകൾ ബസ്സിൽ സഞ്ചരിച്ചാണ് അവരിവിടെ എത്തുന്നത്. ഇവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ ഒറ്റപ്പെടലിൻ്റെ ഭീകരത അവർ അനുഭവിച്ചു തുടങ്ങും. ഈ ജയിൽ ഏറ്റവും ഭീകരമാകാനുള്ള പ്രധാന കാരണം ഇവിടെയുള്ള കൊടും തണുപ്പാണ്. അതായത് -50 ഡിഗ്രി തണുപ്പ് വരെ എത്തുന്ന പ്രദേശത്താണ് ഈ ജയിൽ നിർമ്മിച്ചിരിക്കുന്നത്. വർഷം മുഴുവനും ഇവിടെ അത്രത്തോളം തന്നെ തണുപ്പായിരിക്കും. അതിനാൽ തന്നെ ഹിമക്കരടികളെ പോലും ഇവിടെ കാണപ്പെടാറില്ലത്രേ. ഇക്കാരണത്താൽ തന്നെ ഇവിടുത്തെ തടവുകാരെ പീഡിപ്പിക്കാനുള്ള പ്രധാന ഉപകരണം വാട്ടർ ക്യാനണാണ്. 1 മുതൽ 10ലധികം കൊലപാതകങ്ങൾക്ക് കുറ്റാരോപിതരായ സീരിയൽ കില്ലർമാരാണ് ഈ ജയിലിൽ കൂടുതലായും കഴിയുന്നത്. ഈ ജയിലിലെ ഏറ്റവും അപകടകാരിയായ കുറ്റവാളികളിൽ ഒരാളാണ് അലക്സാണ്ടർ പിച്ചൂഷ്കിൻ. ഇയാളുടെ ആകെ കൊലപാതകങ്ങളുടെ എണ്ണം 61ആണ്. 1992 ഇയാൾക്ക് 18 വയസ്സുള്ളപ്പോൾ തെരുവിലുള്ള ഒരാളെ കൊന്നുകൊണ്ടാണ് ആദ്യ കൊലപാതകം ചെയ്തത്. അതിനുശേഷം കൊലപാതകം അയാൾക്കൊരു അഡിക്ഷനായി മാറി. തെരുവിലുള്ള മനുഷ്യരെ കാണുമ്പോൾ അവരുമായി സംസാരിച്ച് സൗഹൃദം സ്ഥാപിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുമായിരുന്നു. ഇരയുടെ വിശ്വാസം നേടിക്കഴിഞ്ഞാൽ അയാൾ അവരെ തന്ത്രപരമായി ഒരു ഒറ്റപ്പെട്ട കാട്ടിലേക്ക് കൊണ്ടുപോവുകയും എന്നിട്ട് അവരെ കൊല്ലുകയുമാണ് ചെയ്തിരുന്നത്. ഇയാളുടെ കൊലപാതക രീതി അതീവ ക്രൂരമായിരുന്നു. ആദ്യം ഇരയുടെ തലയുടെ പിന്നിൽ ഒരു ചുറ്റിക കൊണ്ട് അടിക്കും. തുടർന്ന് ഒരു സ്റ്റീൽ വസ്തു ഉപയോഗിച്ച് അത് തലയിൽ തുളക്കും. അതിനുശേഷം മൃതദേഹം അഴുക്കുചാലിൽ വലിച്ചെറിയുകയുമാണ് ചെയ്യുക. ഈ ജയിലിൽ വെച്ച് പിച്ചൂഷ്കിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഈ നിരപരാധികളെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ഉത്തരം ഭയപ്പെടുത്തുന്നതായിരുന്നു. അതായത് കൊലപാതകങ്ങളിൽ നിന്ന് തനിക്ക് വലിയ രീതിയിലുള്ള ആനന്ദം ലഭിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ കൊലപാതകങ്ങളിലൂടെ ഒരു ഗെയിം കളിക്കുകയായിരുന്നു അയാൾ. അതായത് ഓരോ കൊലപാതകത്തിന് ശേഷവും ഇരകളെ ഒരു ചെസ് ബോർഡിൽ രേഖപ്പെടുത്തും. ഒരു ചെസ് ബോർഡിൽ 64 കളങ്ങളാണുള്ളത്. അതിൽ 61 കളങ്ങളിൽ പിച്ചൂഷ്കിൻ അടയാളപ്പെടുത്തി. അതായത് ഇയാൾ ആകെ 61 പേരെ കൊന്നിരിക്കാമെന്ന് സാരം. എന്നാൽ ഇയാളുടെ ലക്ഷ്യം ചെസ് ബോർഡിലെ എല്ലാ കളങ്ങളും നിറയ്ക്കുക എന്നതായിരുന്നു. ഈ ലക്ഷ്യത്തിന് പിന്നാലെ മരിയ എന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയപ്പോഴാണ് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2006 പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 2007 ഇയാളെ പോളാർ ഔൾ പ്രിസണിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചു. എന്നാൽ ഈ തടവറയിലെ കഠിനമായ സാഹചര്യങ്ങൾ കാരണം അവിടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അയാൾ പറഞ്ഞിരുന്നു. ഇത്രയും ക്രൂരനായ സീരിയൽ കില്ലറിന് പോലും ഇവിടുത്തെ പീഡനം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജയിൽ എത്ര ഭീകരമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. -50 ഡിഗ്രി താപനിലയിൽ നേർത്ത വസ്ത്രം ധരിച്ച് നിൽക്കുക തുടങ്ങിയ പീഡനങ്ങൾക്ക് പുറമെ തടവുകാരെ മാനസികമായി പീഡിപ്പിക്കുന്നതിനും ഈ തടവറ കുപ്രസിദ്ധമാണ്. ഇവിടെയുള്ള തടവുകാരെ ഇരട്ട സെല്ലുകൾക്കുള്ളിൽ അടച്ചിടുന്നു. അകത്ത് ഒരു കിടക്കയുണ്ട്. പക്ഷേ രാത്രി 10 മണിക്ക് ലൈറ്റുകൾ അണയ്ക്കുന്നതുവരെ അവർക്ക് ഇരിക്കാനോ കിടക്കാനോ അനുവാദമില്ല. പക്ഷേ തടവുകാരുടെ കഷ്ടപ്പാടുകൾക്ക് അല്പം ആശ്വാസം നൽകാൻ ജയിൽ അധികൃതർ ഓരോ തടവുകാരനും 1 മുതൽ 1.5 മണിക്കൂർ വരെ നടക്കാൻ അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ ഈ നടത്തം കേൾക്കുന്നത്ര സുഖകരമല്ല. അവരെ പിടിച്ച് മറ്റൊരു തടവറ ഏരിയയിൽ നിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് മേൽക്കൂരയ്ക്ക് പകരം മുകളിൽ ഇരുമ്പ് ദണ്ടുകളാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ അവർക്ക് കുറച്ചു സമയം ആകാശം കാണാൻ കഴിയും. എന്നാൽ തടവുകാരെ നിരീക്ഷിക്കാൻ സുരക്ഷാ ഗാർഡുകൾ മുകളിൽ നിന്ന് എപ്പോഴും പെട്രോളിംഗ് നടത്തുന്നുമുണ്ടാകും. എങ്കിലും പൂർണ്ണമായ മാനസിക തളർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ ഒരു സിനിമ അവർക്ക് കാണിച്ചു കൊടുക്കുമത്രേ. ഇതിനാലൊക്കെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഏറെക്കുറെ അസാധ്യമാണ്. കൂടാതെ 20 കൗക്കാഷ്യൻ ഷെപ്പേർഡ് നായകൾ ഗാർഡുകളിൽ നിന്ന് ഒരു കമാൻഡ് ലഭിക്കുന്ന നിമിഷം ആക്രമിക്കാൻ എപ്പോഴും തയ്യാറായി നിൽക്കുകയായിരിക്കും. 2011
അലക്സ് എ ആൻഡർ എന്ന തടവുകാരൻ ദിവസേനയുള്ള നടത്തത്തിനിടയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. അയാൾ ഇരുമ്പുവേലി കടക്കാൻ തുടങ്ങിയപ്പോൾ കൗക്കാഷ്യൻ ഷെപ്പേർഡ് നായകൾ ഉടൻ തന്നെ അയാളെ ആക്രമിക്കുകയായിരുന്നു. എന്നാൽ ഗാർഡുകൾ പെട്ടെന്ന് അവിടെ എത്തുകയും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് അലക്സിനെ ഏകാന്ത തടവിലേക്ക് അയക്കുകയുമാണുണ്ടായത്. പക്ഷേ 1 മാസത്തിന് ശേഷം അയാൾ മരണപ്പെടുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം മറ്റു തടവുകാരൊന്നും പോളാർ ഔൾ പ്രിസണിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ലത്രേ. ഈ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് അവർ ആ കൊടും തണുപ്പിൽ ഒടുവിൽ മരണപ്പെടുമെന്ന് അവർക്ക് നന്നായി അറിയാം. പോളാർ ഔൾ പ്രിസൺ ലോകത്തിലെ ഏറ്റവും ഭീകരമായ ജയിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ജയിലിനെ കുറിച്ച് കേട്ടാൽ ആ ചിന്ത നിങ്ങൾക്ക് മാറിക്കിട്ടും. ഈ ജയിലിൽ തീവ്രവാദികൾ, സീരിയൽ കില്ലേഴ്സ്, കുട്ടികളെ കൊലപ്പെടുത്തിയവർ എന്നിവരെയൊക്കെയാണ് തടവിലാക്കുന്നത്. ഈ ജയിലിൽ ആകെ ഏകദേശം 700ഓളം തടവുകാരുണ്ട്. എന്നാൽ അവർ മൊത്തത്തിൽ 3500ഓളം മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് കണക്ക്. അതായത് ഒരു തടവുകാരന് ശരാശരി 5 കൊലപാതകങ്ങൾ എങ്കിലും ഉണ്ടാകും. ഈ ജയിലാണ് ബ്ലാക്ക് ഡോൾഫിൻ പ്രിസൺ. റഷ്യയിൽ കസാഖിസ്ഥാൻ അതിർത്തിക്കടുത്താണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ജയിലിലെ ഏറ്റവും ക്രൂരനായ തടവുകാരിൽ ഒരാളാണ് വ്ളാഡിമർ നിക്കോളയേവ്. 1990കളിൽ വ്ളാഡിമിർ മദ്യപിച്ച് ഒരു പാർട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സുഹൃത്തുമായി വഴക്കുണ്ടാവുകയും കോടാലി കൊണ്ട് അയാളെ കൊല്ലുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം മരിച്ച സുഹൃത്തിൻ്റെ ചില ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്ത് വറുത്തെടുത്ത് ഭക്ഷണമാക്കുകയും ചെയ്തു. കൂടാതെ അയാൾ മരിച്ചയാളുടെ തൊലിയുരിഞ്ഞ് അസ്ഥികളും മാംസങ്ങളും കഷ്ണങ്ങളാക്കി മുറിച്ച് ഇത് കങ്കാരു മാംസമാണെന്ന് പറഞ്ഞ് അയൽക്കാർക്ക് വരെ കൊടുത്തിരുന്നു. എന്നാൽ ഒന്നും അറിയാത്ത അയൽക്കാർ ഇത് കങ്കാരു മാംസമാണെന്ന് കരുതി മനുഷ്യമാംസം കഴിക്കുകയും ചെയ്തു. കങ്കാരുക്കളെ റഷ്യയിൽ കാണാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇറച്ചിയിലെ രുചിയിലുള്ള വ്യത്യാസം തിരിച്ചറിയാനും കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള 2 കൊലപാതകങ്ങൾക്ക് ശേഷം 1997ലാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാൾക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും 1990കൾക്ക് ശേഷം റഷ്യ വധശിക്ഷ നിർത്തലാക്കിയിരുന്നു. അതിനാൽ തന്നെ കോടതി ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയാണുണ്ടായത്. ജീവപര്യന്തം തടവ് വിധിച്ചതിനെ പലരും എതിർത്തെങ്കിലും നിക്കോളയേവിനെ ബ്ലാക്ക് ഡോൾഫിനിലേക്ക് അയക്കുമെന്ന് അറിഞ്ഞപ്പോൾ ജനങ്ങൾ സന്തോഷിക്കുകയാണുണ്ടായത്. കാരണം മരണത്തെക്കാൾ കഠിനമായ ശിക്ഷയുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ഡോൾഫിൻ പ്രിസൺ ആണെന്ന് അവർക്ക് അറിയാമായിരുന്നു. തടവുകാരെ 50 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ചെറിയ സെല്ലിനുള്ളിലാണ് പാർപ്പിക്കുക. ഓരോ സെല്ലിനും 3 ഇരുമ്പ് വാതിലുകളുണ്ടാകും. തടവുകാർ രാവിലെ 6 മണിക്ക് ഉണരുകയും രാത്രി 10 മണി വരെ അതേ സെല്ലിനുള്ളിൽ നിൽക്കുകയും വേണം. ഗാർഡുകൾ 24 മണിക്കൂറും മുകളിൽ നിന്ന് ക്യാമറകളിലൂടെ അവരെ നിരീക്ഷിക്കുന്നുണ്ടാകും. അതോടൊപ്പം ലൈറ്റുകളും മോഷൻ ഡിറ്റക്ടറുകളുമുണ്ട്. ഓരോ 15 മിനിറ്റിലും ഗാർഡുകൾ സെല്ലുകൾക്ക് മുൻപിൽ പട്രോളിംഗ് നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് വിശ്രമിക്കാനും അവസരം ലഭിക്കുകയില്ല. കൂടാതെ ഏതെങ്കിലും ആവശ്യത്തിന് അവരെ സെല്ലിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അരക്കെട്ട് വളച്ചൊക്കെയാണ് അവരെ കൊണ്ടുപോവുക. അതിനുശേഷം കൈവിലങ്ങണിയിച്ച് ശരീരം വളഞ്ഞ രീതിയിൽ തന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അവരെ കൊണ്ടുപോകുമ്പോൾ 2 മുതിർന്ന ഗാർഡുകളും ഒരു പോലീസ് നായയും അവരുടെ കൂടെയുണ്ടാകും. ജയിലിനുള്ളിലെ മറ്റു ഭാഗങ്ങൾ അവർക്ക് കാണാൻ കഴിയാതിരിക്കാൻ വേണ്ടി അവരുടെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടുകയും ചെയ്യും. വാസ്തവത്തിൽ ഇവിടെ ശാരീരിക പീഡനത്തേക്കാൾ കൂടുതൽ മാനസിക പീഡനങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. മറ്റെല്ലാ ജയിലുകളിലും ചെറിയ ജനലുകൾക്കടുത്താണ് ഭക്ഷണം വിളമ്പുക. എന്നാൽ ഈ ജയിലിൽ ഒരു കൈക്കോട്ടിൻ്റെ മുകളിൽ വെച്ച് തടവുകാർക്ക് ഭക്ഷണം കൈകളിൽ നൽകുകയാണ് ചെയ്യുന്നത്. മറ്റു ചില ജയിലുകളിൽ തടവുകാർ നന്നായി പെരുമാറിയാൽ 20 മുതൽ 25 വർഷങ്ങൾക്ക് ശേഷം മോചിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ ബ്ലാക്ക് ഡോൾഫിൻ പ്രിസണിൽ നിന്ന് മരണം വരെ പുറത്തു വരാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് ഈ വ്യക്തി 20 വയസ്സുള്ളപ്പോഴാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരനെയും തീയിട്ട് കൊല്ലുന്നത്. നിലവിൽ അയാൾക്ക് 52ഓളം വയസ്സായി. ഇപ്പോഴും ഇയാൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഇവിടെ ദീർഘകാലം മാനസിക പീഡനം സഹിക്കാൻ കഴിയാത്തതിനാൽ പലർക്കും ഭ്രാന്ത് പിടിക്കുകയും പലരും ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഈ കാരണം കൊണ്ട് അവരുടെ മനസ്സ് പൂർണ്ണമായും നശിക്കാതിരിക്കാൻ വേണ്ടി 1 മണിക്കൂർ നടക്കാൻ അവർക്ക് അവസരം നൽകുന്നുണ്ട്. എന്നാൽ പോളാർ ഔൾ പ്രിസണിൽ ഉള്ളതുപോലെ അവർക്ക് ആകാശം കാണാൻ കഴിയില്ല. കാരണം കൂട്ടിലടച്ച മൃഗങ്ങളെപ്പോലെ അല്പം വലിയൊരു സെല്ലിലാണ് അവർക്ക് നടക്കാൻ അവസരം നൽകുക. വിനോദത്തിനായി അവർക്ക് ചിലപ്പോൾ റേഡിയോ കേൾക്കാനും പത്രങ്ങൾ വായിക്കാനും അനുവാദം നൽകാറുമുണ്ട്. എന്നാൽ സിനിമകൾ കാണിക്കാറില്ല. കൂടാതെ ഇവിടെ 800ഓളം തടവുകാർക്ക് 900ഓളം ഗാർഡുകളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഡോൾഫിൻ പ്രിസണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മരിച്ചാലല്ലാതെ അവരുടെ ശരീരം പോലും പുറം ലോകത്തേക്ക് എത്തില്ല. ഇത്തരത്തിലുള്ള ജയിലുകൾ ഇന്ത്യയിൽ വന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ജയിലുകളിൽ നിങ്ങളെ ഏറ്റവും പേടിപ്പെടുത്തിയ ജയിൽ ഏതാണെന്നും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.